ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനാടാട്ട്. ഞാനും നിൽക്കുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അമ്പക്കാട് എന്ന് പറയും. അമ്പക്കാട് നിന്ന് വരുമ്പോൾ നമ്മുടെ ഒരു പാടം കഴിഞ്ഞിട്ട് ആടാട്ടേക്ക് പോവുക. ആ ഒരു കുളത്തിൻ്റെ പശ്ചാത്തലമാണ് ബാക്കിൽ കാണുന്നത്. ഇവിടെ നിന്നിട്ടാണ് പറഞ്ഞത് നമുക്കൊരു 5 വ്യൂ കിട്ടണ ഇത് വലിയൊരു സംഭവമുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഇന്നിപ്പോൾ സബ്സ്ക്രൈബ് കൂടിയുണ്ട്, പക്ഷെ വാച്ച് അവർ കൂടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഗൂഗിളോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു വാച്ച് അവർ കൂടി കഴിഞ്ഞാലും നമുക്ക് ഡോളറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ സംഭവമായിട്ട് വേണം വീഡിയോസ് ചെയ്യാൻ. ഒരുപാട് വ്യൂസുകൾ കൂടുതൽ വരണം, വാച്ച് അവർ കൂടണം. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് വേണം ചെയ്യാൻ. അതായത് ആളുകൾ നമ്മുടെ പ്രോഗ്രാം കണ്ടിരിക്കണം. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞവർ. ഞാൻ പറഞ്ഞവരടുത്ത് യൂട്യൂബിൻ്റെ അടുത്ത് നമ്മുടെ കയ്യിൽ അത്ര വലിയ പണങ്ങളൊന്നുമില്ല. വലിയ വലിയ സ്ഥലത്തേക്കൊക്കെ പോയിട്ട് അങ്ങനെ വലിയ വലിയ വീഡിയോസ് ഇടാനുള്ള വലിയ സാമ്പത്തിക ശേഷിയൊന്നുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ആളല്ല ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മാക്സിമം പറ്റാവുന്ന ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പറ്റണതിൻ്റെ പോലെ താനൊരു ദിവസം എവിടെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വീഡിയോ ഇടറോ, എന്നിട്ട് താനീ പറഞ്ഞ പോലെ കുറേ ഡോളറോ അങ്ങനെ നോക്കിയിട്ടൊന്നും ചെയ്യണ്ട. താനൊരു ദിവസം അപ്പോൾ ഒരു വർഷത്തിൽ 4000 അവർ കഴിയണമെന്നാ, അങ്ങനെ എന്തൊക്കെയൊരു കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ തിരുവോണ ദിനത്തിൽ കൂടുതലായിട്ട് വലിച്ചു നിട്ടിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സാധാരണ എനിക്കാണെങ്കിൽ പ്രോഗ്രാം കാണാൻ വലിയ കണ്ണീന്നൊരു വെള്ളം വരുന്നുണ്ട്. കൂടുതൽ പ്രോഗ്രാം കാണാൻ അല്ല കുറേ നേരം കാണാനൊന്നും എനിക്കും വലിയ താല്പര്യമില്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഒരാളുടെ പ്രോഗ്രാം ഇങ്ങനെ ഇപ്പോൾ ബോറടിക്കും. എനിക്ക് എന്നെ തന്നെ ബോറടിക്കാറുണ്ട്. വെറുതെ ഈ പറഞ്ഞ പോലെ കുറേ സമയം ഒരാളെ കണ്ടിരിക്കുക, അല്ല അയാൾ പറയണത് എന്തെന്ന് കേട്ടിരിക്കുക. നമുക്ക് നല്ല കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ജീവിതത്തിൽ ഇത് വെറുതെ കുറേ കോമഡി കണ്ണി കണ്ട ഈ ചളിപ്പ് പരിപാടികളൊക്കെ ചെയ്തിട്ട് അയാളെ മാത്രം നോക്കിയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കൊരു സുഖമുള്ള ഒരു ഏർപ്പാടൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളങ്ങനെ വിചാരിക്കരുത്. നിങ്ങളെന്തായാലും ഈ പ്രോഗ്രാം കാണണം. എന്നാലും ഇത് ഇത്ര നാളും തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനാടാട്ട് തിരുവോണാശംസകൾ നേരുന്നു. ഓണപ്പോൾ ശനി ഞായറും മാത്രമേ ഉള്ളൂ. പിന്നെ തിങ്കൾ ചൊവ്വയാണ്. ഈ തിങ്കൾ ചൊവ്വ എന്ന് പറയുമ്പോൾ നാലോണം അല്ല അങ്ങനെയല്ല വരിക. അപ്പം നമ്മൾ സാധാരണ മലയാളീസ് എന്ന് പറയുമ്പോൾ ശനി ഞായറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം തന്നെയാണ്. ശനിയാഴ്ച ഇപ്പോൾ പണി കഴിഞ്ഞു എന്നും ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. എന്തെങ്കിലുമൊക്കെ മേടിച്ചു വന്നു, അതുപോലെ വീട്ടുകാരൊക്കെ ആയിട്ടൊരു ഫാമിലി വന്നു, ചിക്കൻ മേടിച്ചു, ഞായർ കഴിഞ്ഞു. പിന്നെ തിങ്കളാണ്, പിന്നെ പറഞ്ഞത് ചൊവ്വ, പിന്നെ നാലോണമാണ്. ഞാൻ നോക്കിയപ്പോൾ വലിയൊരു ഓണമൊന്നും കാണാനില്ല. പിന്നെ നമ്മൾ പൊള്ളിയാണ്, മലയാളി പൊള്ളിയാണ്. അതുകൊണ്ട് നമുക്ക് പൊതുവെ ഒരുവിധം ദിവസങ്ങളൊക്കെ ഓണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നൊക്കെ പറയണ പോലെ കാണം വിൽക്കാനൊന്നുമില്ല. എന്നുകൊണ്ട് ഓണം ഉണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ പഴയ പോലെ ഒന്നല്ല. നമുക്ക് എന്താ പറയുക, ഒരു കൊലപ്പഴം അല്ല. ഇപ്പോൾ ഞാനൊക്കെ ഓണം ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ അത്രയ്ക്കും കൊയ്ത്ത് കാര്യങ്ങളൊക്കെയാണ്. അതിന് പാടത്തിനോട് വളരെ താല്പര്യമുണ്ട്. പാടം എന്നൊരു വീക്ക്നെസ്സാണ്. കൊയ്യാൻ പോവുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നമ്മുടെ വിനോദമായിരുന്നത്. അതായത് ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞറിയില്ല. വെക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്തേക്ക് കൊയ്യാൻ പോണൊരു അതിമനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട് അത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലയിലാണെന്ന് ചുറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കൊയ്തിട്ട്. ഇന്നൊക്കെ മെഷീനുകളാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികളോടൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും എന്തിനാ ഇങ്ങനെ നമ്മൾ തലയിൽ പേപ്പൻ എന്തിനാ, അല്ലെങ്കിൽ ചേട്ടൻ എന്തിനാ ഈ തലയിൽ ചുറ്റെടുക്കാൻ പോകണമെന്നൊക്കെ ചോദിക്കും. അന്നും മെഷീനൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇന്നത്തെ ഇപ്പോൾ കാര്യം പറഞ്ഞ പോലെ ഫ്ലാറ്റിലത്തെ കുട്ടി
നെല്ലുണ്ടാവുന്ന മരം, ഞാൻ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നെല്ലുണ്ടാവുന്ന മരം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്ലാറ്റിലത്തെ കുട്ടിക്ക് അറിയില്ല നെല്ലുണ്ടാവണത് ഏത് മരത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടി നടന്നു പോണത്. അപ്പോൾ നമ്മൾ ഭക്ഷണം ഒന്നും തീരെ കിട്ടാത്ത സമയത്ത്, അല്ലെ ഇപ്പോൾ അന്നൊക്കെ ആയിരുന്നു തോന്നും ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിച്ചിരുന്നത്. ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരുവിധം സമ്പൽ സമൃദ്ധിയാണ്. പിന്നിപ്പോൾ ഈ എന്തെന്ന് പറയാ, നമ്മുടെ ഈ ഫോണുണ്ട്, അതുപോലെ എന്തെന്നാ ടെലഗ്രാമുണ്ട്, പിന്നെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമുണ്ട്. പൊതുവെ എല്ലാതും നമുക്ക് അവൈലബിളാണ്. അപ്പോൾ അന്നത്തെ ഒരു സ്മരണ നടത്തിയെന്ന് മാത്രം. നമ്മൾ മാവേലി മന്നനെ വരവേൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അദ്ദേഹം നല്ലൊരു ഭരണകർത്താവായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തായിട്ട് അതിന് ചിത്രീകരിക്കുമ്പോൾ ഈ മാവേലിയുടെ കഥ അങ്ങനെ പെട്ട കാരനാണോ ഭരണം? ഇന്ന് നമ്മുടെ നല്ല ഭരണങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഭരണം നന്നായി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചവിട്ടി താഴ്ത്തുക എന്നുള്ളൊരു സിസ്റ്റം ഈ ഓണക്കാലം മുതലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിച്ചു പോണു. നല്ല ഭരണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വല്ല വാമനന്മാരും വന്നിട്ട് 3 അടി മണ്ണ 4 അടി മണ്ണൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാവേലി ഇല്ലാണ്ടാവും. അപ്പോൾ ഞങ്ങൾ പൊതുവെ മിമിക്രിയിലൊക്കെ പറയണ പോലെ ഈ ഗട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് മാവേലി വരുന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം മണിയുടെ കാസറ്റിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ ഒക്കെ കാസറ്റിൽ ഓണത്തിനിടയ്ക്ക് പൂട്ടിക്കച്ചവടം. അപ്പോൾ ഇപ്പോൾ ഭരണം നന്നാക്കാത്തത് അതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഭരണം നന്നായ കാരണമാണോ ചവിട്ടി താത്താത്ത, അങ്ങനെയുള്ള ഒരു വേറൊരു വേർഷൻ. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ മാവേലി ഇന്നിപ്പോൾ അധികം ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ആള് ഈ ദിവസങ്ങളിലൊക്കെയാണ് കുറച്ച് ദിവസം നിന്നാണ്. പിന്നെ വയനാട് വിഷയം. അപ്പോൾ എന്തായാലും ഇപ്പോൾ 2 ദിവസം എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ 3 ദിവസം 4 ദിവസം 10 ദിവസം ഒന്നും അങ്ങനെ ഓണം ആഘോഷിക്കുന്ന അവരുണ്ടാവുമായിരിക്കാം. ഞാൻ ഇപ്പോൾ അവരൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ ടെലിവിഷനിലാണ് ഇന്നത്തെ ഓണം. എല്ലാവരും നടന്മാർ, ഇപ്പം മോഹൻലാൽ പറഞ്ഞ പോലെ അയ്യോ സവാള ഗിരിഗിരി, എൻ്റെ കൂടെ നിങ്ങൾക്ക് ഊണ് കഴിക്കാം, എൻ്റെ കൂടെ നിങ്ങൾക്ക് ചായ കുടിക്കാം, വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ പറയണ ഒരു രീതി. അപ്പോൾ ഞാൻ പറഞ്ഞ് വേറെ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിൻ്റെ ഉദ്ദേശം തന്നെ കേൾക്കും കാണും എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഓണം ആഘോഷിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ശനി ഞായറാക്കണ്ട, നമുക്ക് 10 ദിവസമുണ്ട്. എല്ലാ ദിവസവും ഓണായിരിക്കട്ടെ, സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും. എല്ലാവരും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒന്നാണ് എന്ന ആ ഒരു ചിന്താഗതിയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ട്. ഓക്കെ.